അൻവറും ഒരു പ്രശ്നമില്ല. ഒരു അൻവറിന്റെ വിമർശനത്തിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു പോലീസ് നയമില്ല, ഒന്നുമില്ല. അൻവറിനെ പറ്റി പറയുന്ന കാര്യങ്ങളിൽ പണ്ട് ഞങ്ങൾ വിട്ടതാണ്. കേരളത്തിൽ രണ്ടേ രണ്ട് ഞാൻ പറഞ്ഞു കേൾക്ക്. കേരളത്തിൽ 2 പൊളിറ്റിക്സേ ഉള്ളൂ. ഒന്നുകിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അല്ലെങ്കിൽ UDF. ഇതിന്റെ അപ്പുറത്ത് നിന്നിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് ഒരു രാഷ്ട്രീയവും കേരളത്തിലില്ല. അൻവറിന്റെ ഞാൻ ജൂദാസ് പദം ഉപയോഗിച്ചല്ലോ, അത് ബോധപൂർവ്വം ഉപയോഗിച്ചതാണ്. ആത്യന്തികമായിട്ട് അവസാനം ജൂദാസിന് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, രാഷ്ട്രീയമായിട്ടെങ്കിലും. അതുകൊണ്ട് LDF അൻവറുമായി യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇവിടെ. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണത്തിനും പുറപ്പെടുന്ന പ്രശ്നമില്ല. ഉറപ്പായി ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ വിജയ സാധ്യതയെ പറ്റി പറയുന്നത് വളരെ പറഞ്ഞ പോലെ രാമായണം മുഴുവൻ വായിച്ചിട്ട് സീതിയും രാമനും തമ്മിലുള്ള ബന്ധം പറയുന്ന പോലെയാണല്ലോ ഇത്. ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. ഭൂരിപക്ഷം ഇത്രയാണെന്ന് ഇപ്പൊ ഞാൻ പറയാൻ പോകും. പ്രിയമുള്ളവരെ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ വിധിയെഴുത്ത് നടക്കുന്ന നിലമ്പൂരിൽ ചൂടുപിടിച്ച പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. LDFും UDFും PV അൻവറും NDAയും എല്ലാം വീറോടെ മത്സരരംഗത്തുണ്ടെങ്കിലും ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിൽ തന്നെയാണ്. രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുന്ന നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തും M സ്വരാജും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളെ പറ്റി CPIM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാഷ് നിലമ്പൂരിൽ ദ മലയാളം ന്യൂസിനോട് സംസാരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ് അൻവർ 2 ടേമിൽ ജയിച്ചത്. ഒരു ഗൗരവമുള്ള പ്രശ്നവും ഉന്നയിക്കാതെ യഥാർത്ഥത്തിൽ LDFനെ UDFന് വേണ്ടി ഒറ്റുകൊടുക്കുകയാണ് അൻവർ ചെയ്തത്. അൻവറുടെ ഈ തെറ്റായ നിലപാടിനെ തുറന്ന് എതിർത്തുകൊണ്ടാണ് CPIM അൻവറിന്റെ മറുകണ്ഠം ചാടലിന്റെ ആദ്യഘട്ടം മുതൽ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത്. UDFന് വേണ്ടി യുവദാസിനെ പോലെ ഒറ്റുകൊടുത്ത അൻവറിന് യഥാർത്ഥത്തിൽ UDFന്റെ ഭാഗമായിട്ട് പോലും നിൽക്കാൻ സാധിക്കാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് നിലമ്പൂരിൽ ഉരുത്തിരിഞ്ഞ് വന്നത്. തികച്ചും ഒറ്റപ്പെട്ട നിലയിൽ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ടും മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFും തമ്മിൽ തന്നെയാണ്. സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച നിമിഷം മുതൽ കേരളത്തിൽ, പ്രത്യേകിച്ച് നിലമ്പൂരിൽ വലിയ ആവേശമാണ് ജനങ്ങളും വോട്ടർമാരും പ്രകടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നായകനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂരിൽ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ അംഗീകാരം നേടാൻ സാധിച്ച വസ്തുതയാണ്. പര്യടന പരിപാടികളിലെല്ലാം വലിയ ജന പിന്തുണയാണ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും 2 കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, വർഗീയതക്കെതിരായ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം. മറുഭാഗത്തൊരു മഴവിൽ സഖ്യം രൂപപ്പെടുത്തി എല്ലാ വർഗീയ ശക്തികളെയും ഒപ്പം ചേർത്ത് ഒരു വർഗീയ മുന്നണിയായിട്ടാണ് UDF പ്രവർത്തിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിന്റെ പൂർണ്ണമായ പിന്തുണ കഴിഞ്ഞ കുറച്ചു കാലമായി UDF രഹസ്യമായിട്ട് നേടിവരികയായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം
മുന്നണിയുടെ തന്നെ ഭാഗമായി ജമാഅത്ത് ഇസ്ലാമിനെ ഉൾക്കൊണ്ടാൽ എന്താണ് കുഴപ്പമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായും ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം പറയേണ്ടതുണ്ട്. 9 വർഷം മുമ്പ് UDFന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരിക്കുന്ന സന്ദർഭത്തിൽ കോടതിയിൽ കൊടുത്തൊരു അഫിഡവിറ്റിൽ ജമാഅത്ത് ഇസ്ലാമിനെ നിരോധിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി അന്ന് പറഞ്ഞിരുന്നത് ജമാഅത്ത് ഇസ്ലാമി പൂർണ്ണമായിട്ടും ഭരണഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനെ നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് സത്യവാങ്മൂലം. അത് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തലയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഇപ്പോഴും രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പഴയ നിലപാട് നിങ്ങൾ മാറ്റിയോ എന്ന കാര്യവും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോഴും വർഗീയ കൂട്ടുകെട്ട് രൂപപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ഘട്ടത്തിലേക്കുള്ള പ്രവേശനത്തെ തടയാം എന്നാണ് ലീഗും കോൺഗ്രസുമെല്ലാം യാതൊരു ഗത്യന്തരവുമില്ലാതെ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ കാര്യം കേരളത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ജീവിതത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അവികസിത രാജ്യങ്ങളുടെ ഒപ്പം നിർത്താനല്ല, വികസിത അർദ്ധ വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു കേരള മോഡലാണ് വികസന പന്ഥാവിലൂടെ കേരളം മുന്നോട്ടേക്ക് വെക്കുന്നത്. അടിസ്ഥാനപരമായ മനുഷ്യന്റെ ജീവിത സൗകര്യങ്ങൾ എല്ലാം മെച്ചപ്പെട്ടു. ഇനി അവന്റെ വാങ്ങൽ കഴിവ് ശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള തൊഴിലില്ലായ്മ പ്രശ്നം ഉൾപ്പെടെ പരിഹരിച്ച് അടിസ്ഥാന സൗകര്യങ്ങളോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ജീവിത നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനം നമുക്ക് വളരെ വേഗം മുന്നേറ്റത്തിലൂടെ നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നതാണ് ലോകത്തിലെ മുതലാളിത്ത പശ്ചാത്തലം. അതിനു ബദലായി ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കൂടി ചേർത്ത് നിർത്തി അവരെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമകരമായ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നവകേരള പദ്ധതിയിലൂടെ മുന്നോട്ടേക്ക് വെക്കുന്നത്. അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 1ാമത്തെ ഘട്ടവും തടസ്സമില്ലാതെ വന്ന 2ാമത്തെ ഘട്ടവും പിന്നിട്ട് 3ാമത്തെ ഘട്ടത്തിലേക്ക് കടന്ന് വളരെ വേഗം ഈ വികസന നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് നിശബ്ദമായിട്ട് ഇത് പ്രാവർത്തികമാക്കി സർവതല സ്പർശിയായ മേഖലയിൽ വ്യാവസായിക മേഖല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി 3,50,000 സ്വയം സംരംഭകരെ കണ്ടെത്താൻ നമുക്കായി. കിഫ്ബിയുടെ ഭാഗമായിട്ട് പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിന് 90,000 കോടി ഉറുപ്പിക നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു 9 കൊല്ലം കൊണ്ട്. 2 ലക്ഷം കോടി ഉറുപ്പിക നിക്ഷേപിക്കാൻ ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് 26 രാജ്യങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള സംരംഭകരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഓഫർ നൽകിയിരിക്കുകയാണ്. ഏതാണ്ട് മാസാമാസം 10,000 കോടി ഉറുപ്പികയുടെ നിക്ഷേപം കേരളത്തിൽ നടത്താൻ ആസൂത്രിതമായ നീക്കമാണ്
ഇപ്പോൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പൂർത്തിയാകുന്നതോടുകൂടി, അല്ലെങ്കിൽ ഇതെല്ലാം മുന്നോട്ടേക്ക് വരുന്നതോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ കേരളത്തെ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ ഒരു ബദൽ സംവിധാനം എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അത് ജനങ്ങളുടെ മുന്നേറ്റമാണ്. പ്രത്യേകിച്ച് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യരുടെ ജീവിത വിജയമാണ്. അതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോകുമ്പോൾ UDF രാഷ്ട്രീയ നിരായുധീകരണമാണ് നടന്നിട്ടുള്ളത്. ഒരു കാര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് പറയാൻ അവർക്കില്ല. വെറുതെ കുട്ടികൾ പറയുന്നത് പോലെ അഴിമതി അഴിമതി എന്നൊക്കെ പറഞ്ഞു നടക്കാൻ ഒരൊറ്റ അഴിമതി 9 കൊല്ലക്കാലത്തിനിടയിൽ ചൂണ്ടിക്കാണിക്കാൻ അവർക്കായിട്ടില്ല. കാര്യമായ എന്തെങ്കിലും സമരമോ പ്രക്ഷോഭമോ നടത്താൻ അവർക്ക് സാധിക്കില്ല. ആകെ നടത്തിയ സമരം എന്ന് പറയുന്നത്, പ്രക്ഷോഭം എന്ന് പറയുന്നത് വികസന വിരുദ്ധ പ്രക്ഷോഭം മാത്രമാണ്. ഒരു രാജ്യത്തും ഇല്ലാത്ത രീതിയിൽ ഒരു വികസനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം പ്രവർത്തിക്കുകയാണ്. ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന നിലയിലാണ് ലോകത്തെവിടെയും ജനാധിപത്യ സമൂഹത്തിൽ പ്രവർത്തിക്കുക പ്രതിപക്ഷ പാർട്ടികൾ. പക്ഷെ ഇവിടെ ഒരു തരത്തിലും ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന വികസന വിരുദ്ധവും അതിൻ്റെ ഭാഗമായിട്ടുള്ള സമരവും മാത്രമേ UDF കഴിഞ്ഞ 9 കൊല്ലക്കാലം നടത്തിയിട്ടുള്ളൂ. ഇതെല്ലാം ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും വമ്പിച്ച മുന്നേറ്റമാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയിട്ടുള്ളത്. ഈ നേട്ടം വളരെ ചുരുക്കം ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇത് കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സർവ്വ ജനവിഭാഗങ്ങളുടെയും അംഗീകാരം പിടിച്ചു വാങ്ങിയ സഖാവ് എം സ്വരാജ് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ മണ്ഡലത്തിൽ നിന്ന് ജയിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുക. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ തലത്തിലേക്കുള്ള ഒരു വൻ വിജയം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവും. വർഗീയതക്കും വികസന വിരുദ്ധ നിലപാടിനുമെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും അത് എന്നാണ് ചൂണ്ടിക്കാണിക്കാറുള്ളത്. ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും പലപ്പോഴും വെറുതെ പറഞ്ഞാണ്. അതൊക്കെ വെറുതെ പറയുന്ന പ്രചരണം മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും CPIM-ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. പിന്തുണ പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് പിന്തുണ പ്രഖ്യാപിച്ച കാര്യം മാത്രമല്ല. പിന്തുണ പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായിട്ടും 10 UDF-ന് അനുകൂലമായ പിന്തുണ, 2 LDF-ന് പിന്തുണ. ഇതൊക്കെ ഒരു തട്ടിപ്പായിരുന്നു. ഞങ്ങൾ ആ തട്ടിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി രാഷ്ട്രീയമായിട്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവർ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ബ്രദർഹുഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളാണ് എന്ന് ഇവിടെ തന്നെ വഖഫ് ബോർഡിന്റെ ഭാഗമായിട്ടുള്ള ബില്ല് വന്നപ്പോൾ കോഴിക്കോട് നടത്തിയ പ്രകടനത്തിൽ ഉയർത്തിപ്പിടിച്ച ഫോട്ടോകൾ ഈ ബ്രദർഹുഡിൻ്റെതായിരുന്നു. ഈജിപ്തിലായാലും UAE-യിലായാലും നിരവധി രാജ്യങ്ങൾ നിരോധിച്ച പ്രസ്ഥാനമാണ് ബ്രദർഹുഡ്. അതിന്റെ വക്താക്കളായിട്ടാണ് കേരളത്തിൽ ഇപ്പോഴും ഞങ്ങളുള്ളത് എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ് അവർ ഈ ഫോട്ടോ ഉയർത്തിപ്പിടിച്ച് നടത്തിയ പ്രകടനത്തിലൂടെ തെളിയിച്ചിട്ടുള്ളത്. ആ ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ കേരളത്തിലെ RSSന്റെ കൗണ്ടർ പാർട്ടാണ്. ഈ 2 വർഗീയ ശക്തികളെയും എതിർത്തുകൊണ്ടല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ നമുക്കാവില്ല. അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എല്ലാം ഒത്തുചേരുന്ന ഒരു മഴവിൽ സഖ്യം ഇടതുപക്ഷ ശക്തികൾക്കെതിരായിട്ട് കേരളത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ചിത്രം. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്.